The danger of a single story. ഒറ്റക്കഥകളുടെ അപകടം. It's a very popular speech by the renowned Nigerian writer Chimamanda Ngozi Adichie. And എങ്ങനെയാണ് ഈ ഒരു സ്പീച്ച് സിസ്റ്റമാറ്റിക്കായി എക്സാം ഓറിയന്റഡ് ആയി ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ പഠിക്കുക? I have a trick for that. So welcome home people. This is Nasser Faruddin, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ. And this is a very important video in which we will systematically study and analyze the chapter The Danger of a Single Story in limited amount of time. So do not skip the video. Do like the video and let me know your feedbacks in the comment box if possible. So let's jump into the video. നോക്കൂ, ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുക എന്ന് മാത്രമല്ല, we will remember the major ideas, we will revise the major ideas and we will build confidence for the examination. നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഇതൊരു ഒന്നും അറിയാത്ത ആളുകളാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓർഡറിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ the danger of a single story is going to be a cakewalk for you, ladies and gentlemen. So you heard me right. So these are the points you should remember from this chapter. നോക്കൂ, the danger of a single story എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ 5 പോയിന്റ്സ് ആണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, അതിച്ചീസ് സിംഗിൾ സ്റ്റോറി അബൌട്ട് ബുക്സ്. അതിച്ചിക്ക് പുസ്തകങ്ങളെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി എന്തായിരുന്നു? അതാണ് ഒന്നാമത്തെ സിംഗിൾ സ്റ്റോറി. ദെൻ അതിച്ചീസ് സിംഗിൾ സ്റ്റോറി അബൌട്ട് ഫിദെ രണ്ടാമത്തത്. മൂന്നാമത്തത് അമേരിക്കൻ റൂംമേറ്റ് സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക. സോ ആദ്യത്തെ 2 സിംഗിൾ സ്റ്റോറി അതിച്ചിയുടേതാണ്, എന്നാൽ മൂന്നാമത്തത് ആഫ്രിക്കയെ കുറിച്ച് അതിച്ചിയുടെ അമേരിക്കൻ റൂംമേറ്റിനുള്ള സിംഗിൾ സ്റ്റോറിയാണ്. നാലാമത്തത് അമേരിക്കൻ പ്രൊഫസർ സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക. അതിച്ചിയുടെ അമേരിക്കൻ പ്രൊഫസർക്ക് ആഫ്രിക്കയെ കുറിച്ചുണ്ടായിരുന്ന ഒരു സിംഗിൾ സ്റ്റോറി. സോ ഈ 4 സിംഗിൾ സ്റ്റോറി കൃത്യമായി ഓർമ്മിച്ച് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. രണ്ടാമത്തത് എന്താണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് ഓർമ്മിച്ച് വെക്കുക. സോ ഇത്രയും നമ്മൾ കൃത്യമായി പഠിച്ചു പോയാൽ ഈ ചാപ്റ്റർ നിങ്ങൾ ഗംഭീരമായി പഠിച്ചു എന്നാണ് അതിനർത്ഥം. ഓക്കെ, നൗ വാട്ട് ഈസ് ദിസ്? സാർ നേരത്തെ പറഞ്ഞ ആ 5 പോയിന്റ്സിൽ ഇതുണ്ടായിരുന്നില്ലല്ലോ. ബട്ട് ദിസ് ഈസ് ഓൾസോ വെരി ക്രൂഷ്യൽ. കാരണം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഏതൊരു ചാപ്റ്ററിലും ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ നറേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു റിവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടോപ്പിംഗ്സ് ആയിട്ട് ചേർക്കാനുള്ള കുറച്ച് സെന്റൻസുകൾ നേരത്തെ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ചാപ്റ്ററിൽ ഒരു റൈറ്റപ്പ് ടൈപ്പ് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉറപ്പായും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്തൊക്കെയാണ് എന്നൊന്ന് കൃത്യമായി പഠിച്ചു പോകാം. വായിച്ചു പോകുന്നല്ല, ഇപ്പൊ തന്നെ പഠിച്ചോളാം. നോക്കൂ, ഈ ചാപ്റ്ററിൽ ഒരു റൈറ്റപ്പ് ചോദിച്ചാൽ അതിന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ. 1. Judging somebody or something based on the limited information we have is dangerous. അല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെയോ നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ഇൻഫർമേഷൻ, നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവില്ല, കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടാവുള്ളൂ. സോ ആ ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ച് ജഡ്ജ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റപ്പിൽ ഒന്നാമത്തെ പാരഗ്രാഫായിട്ട് എഴുതാം. ഇനി എന്താണ്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ all aspects before forming an opinion about anything. നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചൊരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായം ഫോം ചെയ്യുന്നതിന് മുമ്പും എല്ലാ ആസ്പെക്റ്റുകളും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൺസിഡർ ചെയ്യണം. നിങ്ങൾ ഒരു ആസ്പെക്ട് മാത്രം കൺസിഡർ ചെയ്ത് നിങ്ങളുടെ ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രം വെച്ച് ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ, ഒപ്പീനിയൻ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ മിസ്റ്റേക്ക് പറ്റാനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. റെഡി? ഇത് തന്നെയാണ് ഈ ചാപ്റ്റർ മുഴുവൻ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സെന്റൻസ് നമുക്ക് ഓർമ്മിച്ച് വെക്കാം. ദെൻ ലിറ്റിൽ നോളജ് ഈസ് ഡേഞ്ചറസ്. ഇതൊരു കോട്ടാണ്. ലിറ്റിൽ നോളജ് എന്താണ്? ഡേഞ്ചറസ് ആണ്. വേണമെങ്കിൽ ഈ കോട്ട് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്ററിൽ എസ്സേ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയോ, സിംഗിൾ സ്റ്റോറീസ് ക്രിയേറ്റ് എ ഫിക്സഡ് ഐഡിയ. നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി ഫിക്സഡ് ഐഡിയ ഉണ്ടാക്കും. ഫിക്സഡ് ആയിട്ടുള്ള എന്തുണ്ടാക്കും? ഐഡിയ ഉണ്ടാക്കും. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഫിക്സഡ് ഐഡിയനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. സോ സിംഗിൾ സ്റ്റോറീസ് ക്രിയേറ്റ് എ ഫിക്സഡ് ഐഡിയ അബൌട്ട് എവറിഥിങ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മലയാളത്തിൽ ഒരുപാട് TV സീരിയൽസ് ഉണ്ട്. TV സീരിയൽസിലെ അമ്മായിയമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രാക്ഷസിമാരാണ്. എപ്പോഴും ഇങ്ങനെ പട്ട് സാരിയൊക്കെ എടുത്ത്, വലിയ കാതിലൊക്കെ എടുത്ത്, തൻ്റെ വീട്ടിലെ എന്താ പറയാ മരുമകളെ സദാസമയത്ത്
വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മെന്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭീകര രൂപമാണ് നമ്മുടെ അമ്മായിയമ്മമാർ. എന്നാൽ അതേ സമയത്ത് ചില മരുമകൾ എങ്ങനെയാണ് ഭയങ്കര സബ്മിസീവ് ആയിട്ടുള്ള അമ്മായിയമ്മമാർ എന്ത് പറഞ്ഞാലും കരഞ്ഞുകൊണ്ടതൊക്കെ ചെയ്യുന്ന ഒരു ചിത്രം, ഒരു സ്റ്റീരിയോ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റാദർ നമ്മുടെ സീരിയൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കാലത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ അല്ലാത്ത അമ്മായിയമ്മമാരുണ്ട്, ഇങ്ങനെ അല്ലാത്ത ആരുണ്ട്, മരുമക്കളുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. റെഡിയാണ്? ഇനി അടുത്തത്, people often form wrong impressions about persons and things by believing in a single story. ഒരാളെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി വെച്ചിട്ട്, ഒരു ആസ്പെക്ട് മാത്രം കേട്ടിട്ട്, ഒരു പെർസ്പെക്റ്റീവ് മാത്രം കേട്ടിട്ട് ആളുകൾ പലപ്പോഴും ആളുകളെ കുറിച്ച് തെറ്റായ ഇംപ്രഷൻസ്, റോങ് ഇംപ്രഷൻസ് എന്ത് ചെയ്യും, ഉണ്ടാക്കും. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വെരി ഡേഞ്ചറസ്. പറഞ്ഞു വന്നതിന്റെ സമ്മറി ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന 4-5 പോയിന്റ്സ് ഒന്ന് എഴുതി പഠിച്ചാൽ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 6 മാർക്കിന്റെ 7 മാർക്കിന്റെ വലിയ ചോദ്യങ്ങളെ അത്രമേൽ ഗംഭീരമായി നിങ്ങളുടെ സ്കൂളിൽ എഴുതുന്നതിനേക്കാളും നന്നായി നിങ്ങൾക്ക് എഴുതി ഫലിപ്പിക്കാൻ വേണ്ടി പറ്റും. ബട്ട് ഡു പ്രാക്ടീസ് ദിസ് സെന്റൻസസ്. ഓക്കെയാണ്? ഇനി നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് പോവാം. പോയിന്റ് നമ്പർ 1 എന്താണ്? Adichi's സിംഗിൾ സ്റ്റോറി അബൌട്ട് ബുക്സ്. വാട്ട് വാസ് Adichi's സിംഗിൾ സ്റ്റോറി അബൌട്ട് ബുക്സ്? നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നോക്കൂ, നമുക്കിത് വളരെ സിസ്റ്റമാറ്റിക് ആയി എന്നാൽ സിമ്പിൾ ആയി പഠിക്കണം. ലാംഗ്വേജ് സിമ്പിൾ ആയിരിക്കണം, പക്ഷെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു പോകണം. ഇത്രേ ഉള്ളൂ കാര്യം. When Adichi was a child, she mostly read British and American children's books. കുട്ടിക്കാലത്ത് അതിച്ചി കൂടുതൽ വായിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് പ്രൈമർലി റിട്ടൺ ഫോർ ദ ചിൽഡ്രൻ ഇൻ ബ്രിട്ടൻ ആൻഡ് അമേരിക്ക. അല്ലെ, ബ്രിട്ടനിലെയും അമേരിക്കയിലെയും വൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കഥകളാണ് ആഫ്രിക്കക്കാരിയായ നൈജീരിയക്കാരിയായ ഒരു പെൺകുട്ടി തുടക്കം മുതലേ, ചെറുപ്പകാലം മുതലേ വായിച്ചു തുടങ്ങിയത്. ഓക്കെയാണ്? ഇത് നോക്കൂ. These books created a single story in her mind about books. അവൾ ഈ വായിച്ച പുസ്തകങ്ങൾ, അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുസ്തകങ്ങളുടെ മുമ്പിൽ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോട്ടുണ്ട്, പുസ്തകങ്ങളുടെ മുമ്പിൽ കുട്ടികൾ പ്രത്യേകിച്ച് വൾണറബിളും ഇംപ്രഷനബിളും ആണ്. എന്ന് വെച്ചാൽ പുസ്തകങ്ങൾക്ക് മുമ്പിൽ കുട്ടികൾ പെട്ടെന്ന് വൾണറബിൾ ആണ്, വഴങ്ങി കൊടുക്കും. അവർക്ക് പുസ്തകങ്ങൾക്ക് പെട്ടെന്ന് കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റും, സ്വാധീനിക്കാൻ പറ്റും. ഇംപ്രഷനബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങൾ വായിച്ച അതിച്ചി പുസ്തകങ്ങളെ കുറിച്ച് ജനറൽ ആയിട്ട് ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടാക്കി. അവൾക്ക് ആകെയുള്ള എക്സ്പോഷർ എന്ത് മാത്രമാണ്, ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് അവളുടെ സിംഗിൾ സ്റ്റോറി എന്ന് നോക്കൂ. She believed that books should have foreign characters and that the subject matter of the book should not have any personal relationship with author. ഇപ്പൊ പഠിച്ചു പോകണം. ആദ്യം അവൾ വിചാരിച്ചു, അവളുടെ ഒന്നാമത്തെ എന്താ പറയാ റോങ് ഇംപ്രഷൻ എന്തായിരുന്നു, ബുക്സ് ആവുമ്പോൾ അതിൽ നിർബന്ധമായിട്ടും എന്തുണ്ടാവണം, ഫോറിൻ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. അതായത് അവളെ പോലുള്ള ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള കിങ്കി ഹെയർ ആയിട്ടുള്ള, അല്ലെ, ബ്ലാക്ക് കളർ എന്നല്ല ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് സ്കിൻ ദ കളർ ഓഫ് ചോക്ലേറ്റ് എന്നാണ്. സോ അതുപോലെ ചോക്ലേറ്റ് കളറുള്ള സ്കിന്നുള്ള, കിങ്കി ഹെയർ ഉള്ള, ചുരുളമുടിയുള്ള, പോണിറ്റയില് കെട്ടാൻ പറ്റാത്ത ചുരുളമുടിയുള്ള തന്നെ പോലുള്ള ആളുകൾക്ക് ലിറ്ററേച്ചറിൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഷീ ബിലീവഡ് ഇനീഷ്യലി. ബിക്കോസ് ഇൻ ഓൾ ദ ബുക്സ് ഷീ ഹാഡ് റെഡ്, all the characters are white. All the characters are white because she didn't have enough exposure in African literature at that point of time in her early childhood. Okay, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അവൾ എന്ത് വിശ്വസിച്ചു, പുസ്തകമാവുന്ന സമയത്ത് അതിൽ നിർബന്ധമായിട്ടും ആരുണ്ടായിരിക്കണം, ഫോറിൻ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ആൻഡ് വൺ മോർ തിങ്, ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ ബുക്സ്, പുസ്തകങ്ങളിൽ സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിന്റെ കോണ്ടന്റ് ഉണ്ടല്ലോ, അത് ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഓതർ. ഓതറുമായി ഒരു റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം അതിച്ചി വായിക്കുന്ന പുസ്തകങ്ങളുടെ റിയാലിറ്റി ഒക്കെ അതിച്ചിയുടെ റിയാലിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. അല്ല, അതിച്ചിയുടെ ക്യാരക്ടേഴ്സ് ചിന്തിക്കുന്ന പോലെ, ജീവിക്കുന്ന പോലെ അല്ല അതിച്ചി ജീവിക്കുന്നത്. ബിക്കോസ് ദോസ് ബുക്സ് ആർ പ്രൈമർലി റിട്ടൺ ഇൻ എ യൂറോപ്യൻ കോണ്ടെക്സ്റ്റ്, ബട്ട് അതിച്ചി is living in an African context. അല്ലേ? സോ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതിച്ചി എന്ത് വിശ്വസിച്ചു, പുസ്തകങ്ങളിലെ സബ്ജക്ട് മാറ്ററിന്
നമ്മുടെ ലൈഫുമായിട്ട് അല്ലെങ്കിൽ ഓതറിന്റെ ലൈഫുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് അതിച്ച് വിശ്വസിച്ചു. ഓക്കെ, ദാറ്റ് വാസ് എ മിസ്കൺസെപ്ഷൻ. ഇനി നോക്കൂ, ബട്ട് ഷീ റിയലൈസ്ഡ് ദ മിസ്റ്റേക്ക് വെൻ ഷീ റെഡ് ആഫ്രിക്കൻ ബുക്സ്. എന്നാൽ ഇതൊരു മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് അവൾ റിയലൈസ് ചെയ്ത് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ആഫ്രിക്കൻ ബുക്സ് വായിച്ചപ്പോഴാണ്. അല്ലെ, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ചിന്നു അച്ചബയുടെയും ക്യാമറ ലയറുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്ത്? People like him also have existence in literature. അവളെ പോലെയുള്ള ആളുകൾക്കും ലിറ്ററേച്ചറിൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അവരെ കുറിച്ചും ആളുകൾ കഥ എഴുതുന്നുണ്ട്. അവരുടെ ജീവിതവും സബ്ജക്റ്റ് മാറ്റർ ആണ് എന്നൊക്കെ അതിച്ച് തിരിച്ചറിഞ്ഞത് when she started reading African literature. നോക്കൂ, she understood that, she realized that. അവൾ എന്ത് മനസ്സിലാക്കി? എന്താണ് അവൾ മനസ്സിലാക്കിയത്? Girls like her with kinky hair and chocolate colored skin. തന്നെ പോലെയുള്ള കിങ്കി ഹെയർ ഉള്ള ചുരുളൻ മുടിയുള്ള ചോക്ലേറ്റ് കളർ സ്കിന്നുള്ള പെൺകുട്ടികൾക്കും could also be characters in books. ഞങ്ങളെ പോലുള്ള ആളുകൾക്കും പുസ്തകങ്ങളിൽ കഥാപാത്രങ്ങളാവാം, ക്യാരക്ടേഴ്സ് ആവാം എന്ന് അവൾ വിശ്വസിച്ചു. സോ ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു. എന്നാൽ ആഫ്രിക്കൻ ബുക്സ് വായിച്ചപ്പോൾ ആ സിംഗിൾ സ്റ്റോറി എന്ത് ചെയ്തു? പൊളിഞ്ഞു. ഓക്കെ ആണല്ലോ. സോ അത് സിംഗിൾ സ്റ്റോറി അബൌട്ട് ബുക്സ്. സോ ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊരു ലെറ്ററോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഡയറിയോ ഒക്കെ ചോദിച്ചേക്കാം. ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ ആണോ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോയാലോ? Okay, and this is point number 2. Adichi's single story about Fide. So when Adichi was a child, they had a houseboy named Fide. സോ അതിച്ചി ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അതിച്ചിയുടെ വീട്ടു ജോലിക്ക് ഒരു പയ്യനുണ്ടായിരുന്നു, ഹൗസ് ബോയ് ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ഫിദെ എന്നായിരുന്നു. ആൻഡ് അതിച്ചിക്ക് ഫിദയെ കുറിച്ച് കുട്ടിക്കാലത്ത് ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു. എന്താണ്? നമുക്ക് നോക്കാം. നോക്കൂ, Adichi believed that Fide and his family had only poverty in life. അതിച്ചി എന്ത് വിശ്വസിച്ചിരുന്നു? ഫിദയ്ക്കും ഫിദയുടെ ഫാമിലിക്കും ലൈഫിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? പോവർട്ടി, ദാരിദ്ര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിച്ചീസ് സിംഗിൾ സ്റ്റോറി അബൌട്ട് ഫിദെ വാസ് പോവർട്ടി. അല്ല, അവർ പോറാണ്, അവർ പാവപ്പെട്ടവരാണ് എന്നുള്ള ഒരു കഥ മാത്രമേ അതിച്ചിക്ക് ഫിദയുടെ ഫാമിലിയെ കുറിച്ച് അറിയണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദാറ്റ് സിംഗിൾ സ്റ്റോറി വാസ് ആക്ച്വലി ഫെഡ് ബൈ ഹെർ ഓൺ മദർ. അല്ല, ആ സിംഗിൾ സ്റ്റോറി അവളെ ഫീഡ് ചെയ്തത് അവളുടെ അമ്മയാണ്. കാരണം അവളുടെ അമ്മ അതിച്ചി ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കാതെ കഴിയുന്ന സമയത്ത് അമ്മ പറയായിരുന്നു, എന്ത് ഭക്ഷണം നേരം കഴിച്ചോ അല്ലെങ്കിൽ ഫിദയുടെ ഫാമിലിയെ പോലെ ആയിപ്പോ, അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഈ ഒരു സ്റ്റോറി ഫീഡ് ചെയ്തത് മദർ ആണെങ്കിലും അതിച്ചിക്ക് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. എന്താ? ഫിദയുടെ ഫാമിലിയിൽ പോവർട്ടി അല്ലാതെ വേറെ ഒന്നുമില്ല. ആൻഡ് ലാക്ക്ഡ് എനി അതർ എബിലിറ്റീസ്. വേറെ ഒരു എബിലിറ്റിയും വേറെ ഒരു കഴിവുകളും ഫിദയ്ക്കോ അല്ലെങ്കിൽ ഫിദയുടെ ഫാമിലിയിലെ വേറെ ആർക്കും ഇല്ല എന്ന് അതിച്ചി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. She learned this story from her mother's narration. ഞാൻ പറഞ്ഞു, അമ്മയുടെ നറേഷൻ എന്നാണ്, വിവരണത്തിൽ നിന്നാണ് അവൾ ഈ കഥ പഠിച്ചത്. Once she visited his house. So ഒരിക്കല് അതിച്ച് ഫിദയുടെ ഹൗസ് വിസിറ്റ് ചെയ്തു ആൻഡ് ഫൗണ്ട് എ ബ്യൂട്ടിഫുള്ളി പാറ്റേൺ ബാസ്കറ്റ് ഓഫ് ഡൈഡ് റാഫിയ. എന്ത് കണ്ടു? മനോഹരമായി പാറ്റേൺ ചെയ്ത, ഡെക്കറേറ്റ് ചെയ്ത്, അലങ്കരിച്ച ഒരു കൊട്ട, ബാസ്കറ്റ് ഓഫ് ഡൈഡ് റാഫിയ. അല്ലെ, നിറം ചാർത്തിയ ഡൈ ചെയ്ത റാഫിയ ചെടികൾ കൊണ്ടുണ്ടാക്കിയ, റാഫിയുടെ എന്താ പറയുക, റാഫിയ സ്ട്രിങ് കൊണ്ടുണ്ടാക്കിയ ഒരു ബ്യൂട്ടിഫുള്ളി പാറ്റേൺ ബാസ്കറ്റ് കണ്ടു. ആൻഡ് ദാറ്റ് വാസ് മെയ്ഡ് ബൈ ഹിസ് ബ്രദർ. അത് ഉണ്ടാക്കിയത് ഫിദയുടെ ബ്രദർ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് അൺബിലീവബിൾ ഫോർ അതിച്ചി, ബിക്കോസ് അൺടിൽ ദാറ്റ് ടൈം അതിച്ചി ബിലീവഡ് ഇവർക്ക് അങ്ങനെ സ്പെഷ്യൽ എബിലിറ്റീസ് ഒന്നുമില്ല, ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാനുള്ള ക്രാഫ്റ്റ്മാൻഷിപ്പ് ഒന്നും ഉണ്ട് എന്ന് അതിച്ചിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദ ഓൺലി സ്റ്റോറി അതിച്ചി ഹാഡ് അബൌട്ട് ഫിദേസ് ഫാമിലി വാസ് പോവർട്ടി. ആൻഡ് വെൻ ഷീ കെയിം അക്രോസ് ദിസ് beautifully patterned basket of dyed raffia, she was quite surprised. She was bamboozled because അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത്. Then she realized that her single story about Fide was incorrect. ഫിദയെ കുറിച്ചുള്ള അവളുടെ സിംഗിൾ സ്റ്റോറി ഇൻകറക്റ്റ് ആണ് എന്ന് അപ്പോഴാണ് ആർക്ക് മനസ്സിലായത്? അതിച്ചിക്ക് മനസ്സിലായത്. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സിംഗിൾ സ്റ്റോറിയിലേക്ക് പോവാം. നോക്കൂ, ആദ്യത്തെ രണ്ട് സിംഗിൾ സ്റ്റോറി അതിച്ചിക്ക് ഉണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറി ആണെങ്കിൽ മൂന്നാമത്തെ സിംഗിൾ സ്റ്റോറി അതിച്ചിക്കല്ല, അമേരിക്കൻ റൂംമേറ്റ്, അതിച്ചിയുടെ ഒരു അമേരിക്കൻ റൂംമേറ്റ് ഉണ്ട്. ആ പെൺകുട്ടിക്ക് ആഫ്രിക്കയെ കുറിച്ചുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറിയാണ്. നോക്കിക്കോളെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Adichi's American roommate believed
believed that അതിച്ചിയുടെ അമേരിക്കൻ റൂംമേറ്റ് വിശ്വസിച്ചിരുന്നു. എന്താണ് വിശ്വസിച്ചിരുന്നത്? Africa was only a land of beautiful landscape and all Africans were poor and uneducated tribal people. നോക്കൂ, അമേരിക്കൻ റൂംമേറ്റ് അമേരിക്കയിലാണ് ജീവിച്ചത് ആൻഡ് ഷീ ഡസൻറ്റ് ഹാവ് എനി പേഴ്സണൽ കണക്ഷൻ വിത്ത് ആഫ്രിക്ക. പക്ഷേ ആ അമേരിക്കൻ റൂംമേറ്റ് ചെറുപ്പം മുതലേ ആഫ്രിക്കയെ കുറിച്ച് കേട്ട കഥകളുണ്ടല്ലോ, സിംഗിൾ സ്റ്റോറീസ് ഉണ്ടല്ലോ, ഒരു സിംഗിൾ പെർസ്പെക്റ്റീവ് നറേഷൻസ് ഉണ്ടല്ലോ, അത് കേട്ട് അതിച്ചിയുടെ അമേരിക്കൻ റൂംമേറ്റ് വിശ്വസിച്ചു. ഷീ ലിറ്ററലി ബിലീവ്ഡ് ഇൻ ദ Africa was only a land of beautiful landscape. ആഫ്രിക്ക എന്ന് പറയുന്നത് മനോഹരമായിട്ടൊരു ലാൻഡ്സ്കേപ്പ് മാത്രമാണ്, ഒരു ഭൂപ്രകൃതിയാണ്. അവിടുത്തെ മനുഷ്യന്മാർ എങ്ങനെയാണ്? ആൻഡ് ഓൾ ആഫ്രിക്കൻസ് were poor and uneducated tribal people. അവിടുത്തെ ആളുകളൊക്കെ പുവർ ആണ്, പാവപ്പെട്ട ആൾക്കാരാണ്, അൺഎഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്, ട്രൈബൽ പീപ്പിൾ ആണ്, ഗോത്രവർഗക്കാരാണ്. ആരാ ഇതൊക്കെ പറഞ്ഞത്? അവള് കേട്ട കഥകളിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ അമേരിക്കൻ റൂംമേറ്റ് അങ്ങനെ വിശ്വസിച്ചു. ബട്ട് അതിച്ചി ചിമമാണ്ട എൻകോസി അടിച്ചി, ഷീസ് എഡ്യൂക്കേറ്റഡ്, ഷീസ് വെരി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഷീസ് നോട്ട് എ ട്രൈബൽ ഗേൾ. ഷീസ് എൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ലോക കാര്യങ്ങളൊക്കെ നല്ല വിവരമുള്ള ഒരു ലേഡിയാണ്. ആൻഡ് അതിച്ചിയുടെ അമേരിക്കൻ റൂംമേറ്റ് അതിച്ചിയോട് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം, നിന്റെ ട്രൈബൽ മ്യൂസിക് കേൾക്കാൻ പറ്റുമെന്നാണ്. ആൻഡ് അതിച്ചിയുടെ അമേരിക്കൻ റൂംമേറ്റ് ആദ്യം വിചാരിച്ചത് അതിച്ചിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നാണ്. ആൻഡ് വെൻ ഷീ കെയിം ടു നോ ദാറ്റ് അതിച്ചി ഈസ് വെരി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്, ഷീ വാസ് സർപ്രൈസ്ഡ്. കാരണം അതിച്ചി വരുന്നതിന് മുമ്പ് അതിച്ചിയെ കുറിച്ച് അല്ലെങ്കിൽ ആഫ്രിക്കൻസിനെ കുറിച്ച് ഒരു സിമ്പതി ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? അതിച്ചിയുടെ അമേരിക്കൻ റൂംമേറ്റ് ഉണ്ടായിരുന്നത്. ബിക്കോസ് ഷീ ബിലീവ്ഡ് ദാറ്റ് ഓൾ ദ ആഫ്രിക്കൻസ് ആർ പുവർ, അൺഎഡ്യൂക്കേറ്റഡ്, കൾച്ചർലെസ്, ബാർബേറിയൻസ് അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള എന്താണ് ട്രൈബൽ പീപ്പിൾ ആണെന്നാണ്. എന്നാൽ ആൻഡ് ഇൻ ദാറ്റ് സിംഗിൾ സ്റ്റോറി, ആ സിംഗിൾ സ്റ്റോറി ഉണ്ടല്ലോ, ഏത് സിംഗിൾ സ്റ്റോറി? അതിച്ചിയുടെ അമേരിക്കൻ റൂംമേറ്റിന്റെ സിംഗിൾ സ്റ്റോറിയിൽ ആഫ്രിക്കൻസ് ആർ ഇൻകോംപ്രിഹെൻസിബിൾ പീപ്പിൾ. ആഫ്രിക്കൻസ് എന്ന് പറയുന്നത് ഇൻകോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള പീപ്പിൾ ആണ്. ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അൺഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള എന്താ പറയാ ട്രൈബൽ പീപ്പിൾ ആണ്, സിവിലൈസ്ഡ് അല്ലാത്ത ആളുകളാണ്. ആഫ്രിക്കൻസ് ആർ ഇൻകോംപ്രിഹെൻസിബിൾ പീപ്പിൾ, അൺഏബിൾ ടു സ്പീക്ക് ഫോർ ദംസെൽസ്, സ്വന്തം കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റാത്ത ആളുകളാണ്, സ്വന്തം കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റാത്ത ആളുകളാണ്. ആൻഡ് വെയിറ്റിംഗ് ടു ബി സേവ്ഡ് ബൈ എ കൈൻഡ് വൈറ്റ് ഫോറിനർ. സോ ഹിയർ യു ക്യാൻ സീ ദിസ് പാട്രണൈസിങ് സിമ്പതി ഓഫ് വൈറ്റ് പീപ്പിൾ അബൌട്ട് ആഫ്രിക്കൻസ്. അല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ആഫ്രിക്കൻസ് എന്താണ്? ഇൻകോംപ്രിഹെൻസിബിൾ പീപ്പിൾ ആണ്. നമ്മളെ പോലുള്ള കൾച്ചേർഡ് ആയിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഇൻകോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് who are not able to speak for themselves, അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അതായത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റാത്ത ആളുകളാണ്. ആൻഡ് ദേ ആർ വെയിറ്റിംഗ്, അവർ കാത്തിരിക്കുന്ന ആളുകളാണ്. എന്തിനാ? ടു ബി സേവ്ഡ് ബൈ എ കൈൻഡ് വൈറ്റ് ഫോറിനർ, ഒരു ദയാലുവായിട്ടുള്ള വെള്ളക്കാരനാൽ സേവ് ചെയ്യപ്പെടുന്നതും കാത്ത് രക്ഷിക്കപ്പെടുന്നതും കാത്ത് നിൽക്കുന്ന ആളുകളായിട്ടാണ് ആ സിംഗിൾ സ്റ്റോറി അവൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കൂ, ആൻഡ് ഷീ വാസ് ഷോക്കഡ്. അല്ലെ, അമേരിക്കൻ റൂംമേറ്റ് ഷോക്ക് ആവുന്നുണ്ട്. എങ്ങനെ? ടു ഹിയർ അതിച്ചീസ് എക്സലന്റ് ഇംഗ്ലീഷ്. അതിച്ചിയുടെ ഗംഭീരമായ ഇംഗ്ലീഷ് കേട്ടപ്പോ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പെൺകുട്ടി അതിച്ചിയുടെ റൂംമേറ്റ് ഷോക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് മൂന്നാമത്തെ സിംഗിൾ സ്റ്റോറി. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സിംഗിൾ സ്റ്റോറി എന്താണ്? അമേരിക്കൻ പ്രൊഫസേഴ്സ് സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക. നോക്കൂ, വെൻ അതിച്ചി വാസ് 19 ഷീ വെന്റ് ടു അമേരിക്ക. അതിച്ചിക്ക് 19 വയസ്സുള്ളപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി, ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടി, സാഹിത്യം, ക്രിയേറ്റീവ് ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടി അതിച്ചി അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് അതിച്ചിയുടെ അമേരിക്കൻ പ്രൊഫസർ ഉണ്ട്. ആൻഡ് അതിച്ചി ലിറ്ററേച്ചറാണ് പഠിക്കുന്നതുകൊണ്ട് തന്നെ അതിച്ചി എഴുതുന്ന കഥകൾ, നോവലുകളൊക്കെ ഈ അമേരിക്കൻ പ്രൊഫസറെ കൊണ്ട് കാണിക്കും. പക്ഷെ അമേരിക്കൻ പ്രൊഫസർക്ക് ആഫ്രിക്കയെ കുറിച്ചുള്ള ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു. ആൻഡ് ശ്രദ്ധിച്ചോളൂ, he believed that Adichi's characters were not authentically African. സോ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കാര്യം, അതിച്ചിയുടെ ക്യാരക്ടേഴ്സ്, അതായത് അതിച്ചി എഴുതുന്ന നോവലുകളുണ്ടല്ലോ, അതിച്ചി കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇയാൾക്ക് കൊടുക്കുന്ന നോവലുകളുണ്ടല്ലോ, കഥകളുണ്ടല്ലോ, അതിലെ ക്യാരക്ടേഴ്സ്, അതിലെ കഥാപാത്രങ്ങളൊന്നും എന്തല്ല, ഓഥന്റിക്കലി, ആധികാരികമായി എന്തല്ല, ആഫ്രിക്കൻസ് അല്ല. സോ അതിച്ചി വാസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ദിസ്
ആഫ്രിക്കൻ ഓതന്റിസിറ്റി. എന്താണ് ഈ ആഫ്രിക്കൻ ഓതന്റിസിറ്റി എന്ന് അതിച്ചി ആലോചിക്കുന്നുണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് കൃത്യമായിട്ട് ആലോചിച്ചോളൂ. അതിച്ചി എഴുതുന്ന കഥകളിലെ നോവലുകളിലെ ക്യാരക്ടേഴ്സ് ഒക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. അവര് നന്നായി സംസാരിക്കുന്ന, ലോക വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. എന്നാൽ അതിച്ചിയുടെ പ്രൊഫസർക്ക് ഇത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിച്ചി ആരാണ്? ഒരു നൈജീരിയനാണ്, ആഫ്രിക്കനാണ്. ആൻഡ് അതിച്ചിയുടെ കഥകളിലെ ക്യാരക്ടേഴ്സ് ആരായിരിക്കണം? അൺഎഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അൺസിവിലൈസ്ഡ് ആയിരിക്കണം, ട്രൈബൽ പീപ്പിൾ ആയിരിക്കണം എന്നൊരു നിർബന്ധം, ഇൻസിസ്റ്റൻസ് ആർക്കുണ്ടായിരുന്നു? അതിച്ചിയുടെ വിവരമില്ലാത്ത അമേരിക്കൻ പ്രൊഫസർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഹി ബിലീവ്ഡ് ദാറ്റ് അതിച്ചിയുടെ ക്യാരക്ടേഴ്സ് ആധികാരികമായി ശരിക്കും ഫോർ റിയലിസ്റ്റിക് എന്നല്ല, ആഫ്രിക്കൻസ് അല്ല എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെ അയാളെ സംബന്ധിച്ചിടത്തോളം, Adichi's characters should be uneducated and impoverished. അല്ലെ, അതിച്ചിയുടെ ക്യാരക്ടേഴ്സ് എന്തായിരിക്കണം? അൺഎഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരായിരിക്കണം, ഇംപവറിഷ്ഡ് ആയിരിക്കണം, സ്റ്റാർവിംഗ് ആയിരിക്കണം, വിശന്ന് പട്ടിണി കിടന്ന് വലയുന്ന ആളുകളായിരിക്കണം. ഇനിയോ നോക്കൂ, he believed that they should not be educated and rich enough to drive cars. അതിച്ചിയുടെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേറ്റഡ് ആണ്, അവർ റിച്ച് ആണ്, അവർ കാർ ഓടിക്കുന്നുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞത് അവരുടെ ക്യാരക്ടേഴ്സ് എന്തായിരിക്കാൻ പാടില്ല? ഷുഡ് നോട്ട് ബി എഡ്യൂക്കേറ്റഡ് ഓർ റിച്ച് ഇനഫ് ടു ഡ്രൈവ് കാർസ്. അല്ലെ, ഒരു കാർ ഓടിക്കാൻ മാത്രം റിച്ചും എഡ്യൂക്കേറ്റഡോ ഒന്നും ആയിരിക്കരുത്. അല്ലെ, നിങ്ങളുടെ ക്യാരക്ടേഴ്സ്, നിങ്ങളുടെ ആളുകൾ ട്രൈബൽ അല്ലേ, നിങ്ങളുടെ ആളുകൾ അൺസിവിലൈസ്ഡ് അല്ലേ, നിങ്ങളുടെ ആളുകൾ അൺഎഡ്യൂക്കേറ്റഡ് അല്ലേ, പിന്നെ നിന്റെ കഥയിലെ ക്യാരക്ടേഴ്സ് എന്താണ് ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് സിവിലൈസ്ഡ് ആയിട്ടുള്ള കാറൊക്കെ ഓടിക്കാൻ മാത്രം കേപ്പബിലിറ്റി ഉള്ള ആളുകളാവുന്നത്? അത് അയാൾക്ക് മനസ്സിലായില്ല. ആൻഡ് അയാൾ പ്രൊഫസറാണ്, അമേരിക്കൻ പ്രൊഫസറാണ്. പക്ഷെ അയാളും ഈ മണ്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സിംഗിൾ സ്റ്റോറി എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വസിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. And that brings us to the last point, ladies and gentlemen. നോക്കൂ, സ്റ്റീരിയോടൈപ്സ്. ഇങ്ങനെയാണ് ചോദ്യം വരിക. അതായത് പരീക്ഷയ്ക്ക് സ്റ്റീരിയോടൈപ്സ് എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് മിക്കവാറും ചോദ്യം ചോദിക്കുക. സർ, എന്താണ് സ്റ്റീരിയോടൈപ്പ്? ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാനിവിടെ ഒരു തോക്ക്, അല്ലെ, ഒരു ഗണ്ണിന്റെ ടോയും വെക്കുന്നു, ഒരു ബാർബി ഡോളിന്റെ ടോയും വെക്കുന്നു. ഇത് എന്തിന്റെ ടോയാണ്? ഇത് ഗണ്ണിന്റെ ടോയാണ്, ഇത് ബാർബി ഡോളിന്റെ ടോയാണ്. സോ നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഗണ്ണിന്റെ ടോയ് ആണോ ആ പെൺകുട്ടിക്ക് കൊടുക്കുക, ബാർബി ഡോളിന്റെ ടോയ് ആണോ കൊടുക്കുക? ആലോചിച്ചോളൂ. യെസ്. സോ നിങ്ങളുടെ വീട്ടിൽ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു ഗണ്ണിന്റെ ടോയ് ആണോ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബാർബി ഡോളിന്റെ ടോയ് ആണോ കൊടുക്കുക? യെസ്. സോ നിങ്ങളുടെ ആദ്യത്തെ ഉത്തരം ബാർബി ഡോളിന്റെ ടോയ് എന്നാണെങ്കിൽ, രണ്ടാമത്തെ ഉത്തരം ഗണ്ണിന്റെ ടോയ് എന്നാണെങ്കിൽ, യു ആർ അബ്സല്യൂട്ട്ലി റോങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അതെന്താ പെൺകുട്ടി തോക്കൊണ്ട് വെടിവെച്ച ഉണ്ട പോവില്ലേ? അതെന്താ ആൺകുട്ടിക്ക് ബാർബി ഡോളിനെ കൊഞ്ചിച്ചൂടെ? കാരണം നിങ്ങളുടെ മനസ്സിലൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ട്? സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. എന്താണ് സ്റ്റീരിയോ ടൈപ്പിന്റെ മലയാളം? ആക്ച്വലി ഭയങ്കര കോമഡിയാണ്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വാർപ്പ് മാതൃക എന്നാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ച ഒരു രൂപം, ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ, ഒരു നേരത്തെ തീരുമാനിച്ചു വെച്ച ഒരു ഐഡിയ. ഫോർ എക്സാമ്പിൾ, പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ അച്ചടക്കമുള്ള ആളുകളായിരിക്കണം, ഒതുക്കമുള്ള ആളുകളായിരിക്കണം, മരത്തിൽ കയറാൻ പാടില്ല, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിൽ കയറി അസ്തമിച്ചോളാം, റൈറ്റ്? ആൺകുട്ടികളാവുന്ന സമയത്ത് ആൺകുട്ടികൾ കരയാൻ പാടില്ല, സ്ട്രോങ് ആയിരിക്കണം, വീടിന്റെ ഭാരങ്ങൾ മുഴുവൻ താങ്ങാൻ പറ്റുന്ന ആളുകളായിരിക്കണം. ഹു ടോൾഡ് യു ദിസ് നോൺസെൻസ്? ഈ നോൺസെൻസ് ഒക്കെ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഇതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന സ്റ്റീരിയോ ടൈപ്പുകളാണ്. എന്താണ്? സ്റ്റീരിയോ ടൈപ്പുകളാണ്. സോ ആ സാധനത്തിനാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയാം. നോക്കൂ, എന്താണ് സ്റ്റീരിയോ ടൈപ്പുകളുടെ പ്രശ്നം? സിംഗിൾ സ്റ്റോറീസ് ക്രിയേറ്റ് സ്റ്റീരിയോടൈപ്സ്. അല്ലെ, ആഫ്രിക്കൻസിൽ കുറച്ച് പേര് അൺഎഡ്യൂക്കേറ്റഡ് ആണ്, കുറച്ച് പേര് അൺസിവിലൈസ്ഡ് ആണ്, കുറച്ച് പേര് ട്രൈബൽ പീപ്പിൾ ആണ്. പക്ഷെ അതൊരു സിംഗിൾ സ്റ്റോറി ആണ്. ആൻഡ് there are Africans who are educated, there are Africans who are civilized, there are Africans who are cultured, highly civilized. പക്ഷെ നിങ്ങൾ ആ കഥ കേൾക്കാതെ ഒരു കഥ മാത്രം വിശ്വസിക്കുന്നു. എന്താണ് ഒരു കഥ? ആഫ്രിക്കൻസ് ആർ അൺസിവിലൈസ്ഡ്, അൺഎഡ്യൂക്കേറ്റഡ്, ട്രൈബൽ പീപ്പിൾ. അപ്പൊ പ്രശ്നം എന്താണ്? നിങ്ങൾ ആ സിംഗിൾ സ്റ്റോറി എന്തിനെ ഉണ്ടാക്കുന്നു? സ്റ്റീരിയോ ടൈപ്പിനെ ഉണ്ടാക്കുന്നു. സിംഗിൾ സ്റ്റോറീസ് സ്റ്റീരിയോ ടൈപ്സിനെ ഉണ്ടാക്കുന്നു. ഏതുപോലെ മലയാളം സീരിയലുകളിൽ അമ്മായിമ്മമാരൊക്കെ ഇങ്ങനെയാണ് എന്നൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, മരുമക്കന്മാരൊക്കെ ഇങ്ങനെയാണ് എന്നൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, അല്ലെ? അല്ലെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ ഉണ്ണാക്കന്മാരാണ് എന്നുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. സോ സിംഗിൾ സ്റ്റോറീസിന് ഒരു പ്രശ്നമുണ്ട്. സിംഗിൾ സ്റ്റോറീസ് എന്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു? സ്റ്റീരിയോ ടൈപ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ്
The stereotypes are not untrue. This is a very, very important statement. സ്റ്റീരിയോടൈപ്സ് എന്തല്ല, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്, നോക്കിക്കോളൂ. സ്റ്റീരിയോടൈപ്സ് എന്തല്ല, അസത്യമല്ല, അൺട്രൂ അല്ല. സ്റ്റീരിയോടൈപ്സിൽ കാര്യമുണ്ട്. ചിലതൊക്കെ സത്യമാണ്. ചില ആഫ്രിക്കൻസ് ഒക്കെ അൺഎഡ്യൂക്കേറ്റഡ് ആണ്, ചില ആഫ്രിക്കൻസ് ഒക്കെ ട്രൈബൽ പീപ്പിൾ ആണ്, ചില ആഫ്രിക്കൻസ് ഒക്കെ പിന്നെ കൾച്ചറൽ അൺസിവിലൈസ്ഡ് ആണ്. ശരിയാണ്. സ്റ്റീരിയോടൈപ്സ് എന്തല്ല, അൺട്രൂ അല്ല, അതിൽ അസത്യമല്ല, കുറച്ച് സത്യമുണ്ട്. പക്ഷേ ദേ ആർ ഇൻകംപ്ലീറ്റ്. പക്ഷേ സ്റ്റീരിയോടൈപ്സിന്റെ പ്രശ്നം അവ ഇൻകംപ്ലീറ്റ് ആണ്, പൂർണ്ണമല്ല. അതിന് വേറൊരു സൈഡ് കൂടെയുണ്ട്, ഇങ്ങനെ ഒരു കഥ കൂടെയുണ്ട്, ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കൂടെയുണ്ട്, ഇങ്ങനെ ഒരു 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 കാഴ്ചപ്പാട് കൂടെയുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. സോ സ്റ്റീരിയോടൈപ്സ് ആർ നോട്ട് അൺട്രൂ, ദേ ആർ ഇൻകംപ്ലീറ്റ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. ഇനി നോക്കൂ, ദേ എന്ന് വെച്ചാൽ സ്റ്റീരിയോടൈപ്പുകൾ സിംഗിൾ സ്റ്റോറിയെ ഓൺലി സ്റ്റോറി ആക്കുന്നു എന്ന് പറഞ്ഞാൽ, കേട്ടോളെ, കൃത്യമായിട്ട് കേട്ടോളെ, സിംഗിൾ സ്റ്റോറീസിനെ ദേ മേക്ക് ദ സിംഗിൾ സ്റ്റോറീസ് ഓൺലി സ്റ്റോറി. അമ്മായിയമ്മമാരൊക്കെ ദുഷ്ടത്തിമാരാണ് എന്നുള്ള ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ട്. എന്നാൽ ദുഷ്ടത്തിയമ്മ അല്ലാത്ത അമ്മായിയമ്മമാരുണ്ട്, അല്ലേ? ആഫ്രിക്കൻസ് അൺഎഡ്യൂക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞൊരു സിംഗിൾ സ്റ്റോറി ഉണ്ട്. എന്നാൽ അൺഎഡ്യൂക്കേറ്റഡ് അല്ലാത്ത എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആഫ്രിക്കൻസും ഉണ്ട്. അപ്പോ ഈ സ്റ്റീരിയോടൈപ്സ് എന്താക്കുന്നു, ഇങ്ങനെയുള്ള ഒറ്റ കഥകളുണ്ടല്ലോ, സിംഗിൾ സ്റ്റോറീസ് ഉണ്ടല്ലോ, ആ സിംഗിൾ സ്റ്റോറീസിനെ ഓൺലി സ്റ്റോറി ആക്കുന്നു. ഇത് മാത്രമാണ് അവരെ കുറിച്ചുള്ള കഥ, ഇത് മാത്രമാണ് അവരെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ്, ഇത് മാത്രമാണ് നിങ്ങൾ അവരെ കുറിച്ച് വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ആരെത്തിക്കും, സിംഗിൾ സ്റ്റോറീസ് എത്തിക്കും. സോ സിംഗിൾ സ്റ്റോറീസ് create stereotypes. Stereotypes are not untrue, but they are incomplete because stereotypes make the single story the only story. ഇതാണ് ഈ ചാപ്റ്റർ. ഇത്ര മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ A+ പോയിന്റുകളും ഓരോ സബ് പോയിന്റ്സും അടിപൊളിയായി നിങ്ങൾ പഠിച്ചാൽ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഗംഭീരമായി നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ഗംഭീരമായി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഈ ചാപ്റ്റർ ഒന്നും അറിയാത്തൊരു കുട്ടിക്കും ഇത് ഉപകാരപ്പെടും. ഈ ചാപ്റ്റർ നന്നായി വായിച്ച് ഇനി അതിനെങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാച്ചിക്കുറുക്കി വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു ഉപകാരം ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അതൊരു കുഞ്ഞ് നാച്ചു സ്മൈലി ആണെങ്കിലും ഒരു കുഞ്ഞ് റെഡ് ഹാർട്ട് ആണെങ്കിലും, അത് പ്ലീസ് ഡ്രോപ്പ് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. അല്ലെ, അത് ഞാൻ വായിച്ചോളാം. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള അഭിപ്രായങ്ങൾ ഞാൻ തിരിച്ച് പങ്കുവെച്ചോളാം. സോ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെ, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചിസ, സൈനിങ് ഓഫ് ഫ്രം Xylem ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവറിബഡി. താങ്ക് യു.